CSIR നെറ്റ്, JRF, അതുപോലെ തന്നെ ഗേറ്റ് ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമായ സ്കോളേഴ്സ് സ്ക്വാഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ MCQ സീരീസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഒരു ആൽക്കീൻ തന്നിട്ടുണ്ട്. ആൽക്കീൻ എന്നിട്ട് നമ്മുടെ റിയാക്ഷൻ കണ്ടീഷൻസ് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെറ്റാക്ലോറോ പെർ ബെൻസോയിക് ആസിഡ് ആണ് തന്നേക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്രൈഫിനൈൽ ഫോസ്ഫിൻ അല്ലെങ്കിൽ ഇലൈഡ്സിന്റെ പോലത്തെ, അതായത് ലിഥിയം ബേസ്ഡ് ആയിട്ടുള്ള ഇലൈഡ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ട്രൈഫിനൈൽ ഫോസ്ഫിൻ ഇലൈഡ് അല്ലെങ്കിൽ ഇലൈഡ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നമുക്കൊരു ആൽഡിഹൈഡ് തന്നിട്ടുണ്ട്. എന്താണ് തന്നേക്കുന്നത്? ഫോം ആൽഡിഹൈഡ് ആണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഏത് പ്രോഡക്റ്റ് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A, B, C, D 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത് പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ റിയേജൻസ് ആയിട്ട് നോക്കാം, എങ്ങനെയായിരിക്കും ആൻസർ കിട്ടുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് റിയേജന്റ് എന്ന് പറയുന്നത് MCPB ആണ്. MCPBയുടെ ഫുൾ ഫോം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? മെറ്റാ ക്ലോറോ പെർ ബെൻസോയിക് ആസിഡ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? നമുക്ക് ഈ പെർ ബെൻസോയിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 3 ഓക്സിജൻ എന്തായാലും ആ ഒരു കോമ്പൗണ്ടിനകത്ത് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം പെറാസിഡ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കേസിൽ എന്താണ് ഈ പറയുന്ന പോലെ 3 ഓക്സിജൻ. സാധാരണ ബെൻസോയിക് ആസിഡിനകത്ത് 2 ഓക്സിജൻ ആണുള്ളത്. അത് കൂടാതെ എക്സ്ട്രാ ഒരു ഓക്സിജനും കൂടെ വരും. ഓക്കെ, അപ്പം മെറ്റാക്ലോറോ പെർ ബെൻസോയിക് ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമുക്ക് സ്ട്രക്ചറിന്റെ കാര്യം ഇവിടെ അറിയേണ്ടതില്ല, എന്നാൽ പോലും പറയാണ്. ബെൻസീൻ വരയ്ക്കുക. ദെൻ എന്താണ് വരുന്നത്? ദെൻ വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് C double bond O OH. ഇതാണ് ദെൻ Cl. ഇതാണ് നമ്മുടെ മെറ്റാക്ലോറോ പെർബെൻസോയിക് ആസിഡ്. ഓക്കെ, മെറ്റാക്ലോറോ പെർബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബെയർ വില്ലേജർ ഓക്സിഡേഷൻ. ബെയർ വില്ലേജർ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കീറ്റോൺസിനെ എസ്റ്റർ ആക്കി മാറ്റാനും, അതാണ് ബെയർ വില്ലേജർ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ യൂസ് ചെയ്യാറുള്ളത് എപ്പോക്സിഡേഷൻ റിയാക്ഷൻ ആണ്. എന്തിനെ എപ്പോക്സിഡേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്? ആൽക്കീൻസിനെ എപ്പോക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്തെന്ന് പറയുന്നത്? MCPB എന്ന് പറയുന്ന റിയേജന്റ്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നേക്കുന്ന സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആൽക്കീൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? MCPBയുടെ പ്രസൻസിൽ ആൽക്കീനെ എന്താക്കി മാറ്റും? ആൽക്കീനെ എപ്പോക്സൈഡ് ആക്കി മാറ്റും. എപ്പോക്സൈഡ് ആക്കി മാറ്റുന്ന സമയത്ത് നമുക്കിവിടെ എന്താണ് പറയുന്നത്? ഇത് പ്ലാനർ, ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് പ്ലാനർ ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഇതെല്ലാം പ്ലെയിനിൽ തന്നെയാണ് വരുന്നത്. റിങ്ങിന്റെ പാർട്ടുമാണ്, അപ്പൊ അത് പ്ലാനർ ആണ്. അപ്പം എപ്പോക്സൈഡിന്റെ റിങ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. എപ്പോക്സൈഡിന്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. എന്താണ് ഫ്രണ്ടിലേക്ക് കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷനെ ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബോണ്ടെങ്കിലും മിനിമം ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കേസിലും ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഫ്രണ്ടിലോട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളതിനകത്ത് ഇവിടെ 2 ഫ്രണ്ടിലേക്കാണെങ്കിൽ ഇത് 2 ബാക്കിലേക്കാണ് നിൽക്കുന്നത്. അപ്പം എന്തായാലും ഫ്രണ്ടിലേക്ക് തന്നെയായിരിക്കും എപ്പോക്സൈഡിന്റെ ഓക്സിജന്റെ ബോണ്ട് വരിക എന്നുള്ള ഓപ്ഷനകത്ത് നമുക്ക് അങ്ങനെ ആയിരിക്കും വരുന്നത്. അല്ല തിരിച്ചാണ് കൊടുത്ത് നമുക്ക് ചെയ്ത് നോക്കുന്നതെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല, ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് BH3 P ഡബിൾ ബോണ്ട് CHLI. ഓക്കെ, ഇവിടെ സപ്പോസ് നമുക്ക് PH3 P ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ എന്തായിട്ട് തന്നെ വിറ്റിക് റിയേജന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേനെ അല്ലേ? വിറ്റിക് റിയേജന്റ് എന്ന് പറയുമ്പോഴത്തേക്കും വിറ്റിക് റിയേജന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിനെ നമ്മൾ പറയുന്നതാണ് ഇലൈഡ്സ്, ഫോസ്ഫറസ് ഇലൈഡ്സ് എന്ന് പറയും അല്ലെ? പക്ഷേ എങ്കിൽ ഇവിടെ എന്താണ്? CHന്റെ കൂട്ടത്തിൽ LI ആണ് പറഞ്ഞു വന്നിരിക്കുന്നത്. LI എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മെറ്റലാണ് വരുന്നത്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം
ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കൂടെ മെറ്റൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും മെറ്റലിന് പോസിറ്റീവ് ചാർജും അത് അറ്റാച്ച് ചെയ്തേക്കുന്ന ഓർഗാനിക് പാർട്ടിന് നെഗറ്റീവ് ചാർജും ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ എന്താണ് മെറ്റൽ എപ്പം വന്നാലും ഏത് മെറ്റൽ വന്നാലും അതിന് എന്തായിരിക്കും, മെറ്റലിന് പോസിറ്റീവ് ചാർജും ഇതിന് നെഗറ്റീവ് ചാർജും പാർഷ്യൽ നെഗറ്റീവ് ചാർജ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യും, ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഈ CH- എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് ഇതിപ്പം ഇവിടെ ഈ സൈഡിൽ വന്ന് അറ്റാക്ക് ചെയ്താലും ഈ സൈഡിൽ വന്ന് അറ്റാക്ക് ചെയ്താലും രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് താഴെ നിന്നുള്ള അറ്റാക്ക് കൊടുക്കാം. കാര്യം നമുക്ക് ഓപ്ഷനകത്ത് നമുക്കറിയാം എവിടെയാണ് OH എന്ന് പറയുന്നത് മുകളിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ താഴെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ എന്താണ് CH- എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ കൂടെ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി എപ്പോക്സൈഡ് റിംഗ് മുകളിലേക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ CHന്റെ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ആ ന്യൂക്ലിയോഫൈൽ ഇതെന്ന് പറയുന്നത് ഇത് ന്യൂക്ലിയോഫൈലാണ്. ആ ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് എന്താണ്, ബാക്കിൽ കൂടെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുക. ഇത് ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത് കൊണ്ട് സ്റ്റെറിക് ഹിൻഡ്രൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ബാക്കിൽ കൂടെ അറ്റാക്ക് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഈ എപ്പോക്സൈഡ് റിംഗ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നു, എന്തായിട്ട് മാറും, O- ആയിട്ട് മാറും. ഓക്കെ, O- ആയിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇവിടെ ബാക്കിലേക്ക് CH ഡബിൾ ബോണ്ട് PH3 ദെൻ ഇത് ഫ്രണ്ടിലൂടെയാണ് ഓൾറെഡി ആ ബോണ്ട് പോകുന്നത്. അപ്പം ഇത് O- ആയിട്ട് മാറി O-Li+ എന്നുള്ള രീതിയിൽ വരും. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രോട്ടോൺ സോഴ്സ്, അതിപ്പം വാട്ടർ ആണെങ്കിൽ തന്നെ വന്നാൽ ഇത് എന്തായിട്ട് മാറും, O- എന്ന് പറയുന്നത് OH ആയിട്ട് മാറും. അപ്പൊ ഞാൻ അതിനെ അവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് OH ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇതെന്തായിട്ട് മാറി, OH ആയിട്ട് മാറി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൂന്നാമത്തെ റിയേജന്റ് അവർ കൊടുത്തിരിക്കുന്നത് എന്താണ്, CH2O എന്നാണ് കൊടുത്തേക്കുന്നത്. CH2O എന്ന് കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കാം. എന്ത് ചെയ്യണം, C ഡബിൾ ബോണ്ട് O H H. ഓക്കെ, C ഡബിൾ ബോണ്ട് O H H. കാര്യം കാർബൺ ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടാണ് നമുക്കറിയാം. അപ്പം കാർബണിന്റെ വാലൻസി എന്തായാലും 4 തന്നെ വരണം. 4 വരിക എന്നുള്ളത് ഈ ഒരു ഇങ്ങനെ ഒരു കേസിലായിരിക്കും വരിക. 2 ഹൈഡ്രജനേ ഉള്ളൂ, പിന്നെ ബാക്കി നിൽക്കുന്ന ഓക്സിജൻ ആണ്. ഓക്സിജൻ ഡബിൾ ബോണ്ട് വരും. ഓക്കെ, അപ്പം ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്നറിയാം. പക്ഷേ ചിലർക്കാണെങ്കിലും എങ്ങനെയാണ് വാലൻസ് എഴുതിയെന്ന് അല്ലെങ്കിൽ ആ ഡബിൾ ബോണ്ടോ കൊടുത്തതെന്നുള്ളൊരു സംശയം വരാം. അല്ല എങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കത് ചെയ്യാതിരിക്കാനുള്ളൊരു ടെൻഡൻസിയും വരാം. അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി നമുക്ക് കറക്റ്റായിട്ട് ആൻസർ എഴുതാനായിട്ട് പറ്റും. ഇനി നോക്കിയാൽ ഇതെന്താണ്, ഇതെന്ന് പറയുന്ന ഒരു ഫോസ്ഫറസ് ഇലൈഡ് അല്ലേ, കാർബൺ ഡബിൾ ബോണ്ട് PH3. അതായത് ഫോസ്ഫറസ് ഇലൈഡ് എന്ന് പറയുമ്പോഴത്തേന് ഒന്നുകിൽ ഇങ്ങനെ വരാം, കാർബൺ ഡബിൾ ബോണ്ട് PH3 വരാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതി വരാം. അതായത് ഈ രണ്ട് പാർട്ടിനെ ഞാൻ കൊടുക്കാതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടോട്ട് ഏതെങ്കിലും ബോണ്ട് ഉണ്ടെന്ന് വിചാരിക്കും, ഏതെങ്കിലും ഗ്രൂപ്പുകൾ. അല്ല എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് എന്നുള്ള രീതിയിലും നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പം ആ രണ്ട് രീതിയിൽ വന്നാലും എന്തായിരിക്കും, അത് ഇലൈഡ് ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുക. ഇലൈഡ് ആയിട്ട് നിൽക്കുമ്പോഴത്തേനും അതായത് ഈ രീതി ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഒന്നുകൂടെ കൊടുക്കാം. PH3. ഓക്കെ, ഫോസ്ഫറസിൽ പോസിറ്റീവ് ചാർജും കാർബണിൽ നെഗറ്റീവ് ചാർജും. ആ പോസിറ്റീവ് നെഗറ്റീവോട് ചേർന്നാൽ ന്യൂട്രൽ ആവുന്നുള്ളത് നമ്മൾ പണ്ട് തൊട്ടേ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. അപ്പം ഇതാണ് ഡബിൾ ബോണ്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുത്താലും അതിന്റെ രണ്ടിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്, ഇലൈഡ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ഇലൈഡ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന റിയാക്ഷൻ ഏതാണ്, വിറ്റിക് റിയാക്ഷൻ ആണ്. വിറ്റിക് റിയാക്ഷനകത്ത് ഇലൈഡും എന്ത് ചെയ്യുന്നു, കാർബണിൽ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇലൈഡ് എന്ന് പറയുന്നത് ഒരു കോമൺ ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള ഞാൻ വരയ്ക്കാം. പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളത് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ C ഡബിൾ ബോണ്ട് O, ഇതൊരു കാർബണൈൽ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ കാർബണൈൽ ഗ്രൂപ്പാണ്. കീറ്റോൺ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇലൈഡ് വന്നു എന്ന് വിചാരിക്കാം. ഇലൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ വരയ്ക്കണം, PH3P ഡബിൾ ബോണ്ട് C എന്തെങ്കിലും. എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഈ ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് വിചാരിക്കാം.
പോയി കഴിഞ്ഞിട്ട് അത് ഈ ബാക്കി നിൽക്കുന്ന 2 പാർട്ടൂടെ കമ്പൈൻ ചെയ്യുക. എന്ത് ചെയ്തു, നമുക്കൊരു ആൽക്കീൻ കിട്ടി. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റ് ഡയറക്റ്റ് എഴുതാനായിട്ട് പറ്റും. സ്റ്റീരിയോ കെമിസ്ട്രി കാര്യങ്ങൾ വേറെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്, അത് വേറെ കാര്യം. സ്റ്റീരിയോ കെമിസ്ട്രി ഇല്ല, ഈ ഇതുപോലത്തെ കേസിലാണെങ്കിൽ നമുക്ക് ഓൾറെഡി സ്റ്റീരിയോ കെമിസ്ട്രി ആൻസറിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കാര്യം ഈ ഓപ്ഷൻസിൽ നിന്നുള്ളത് ഒന്ന് OH ഫ്രണ്ടിലോട്ട് നിൽക്കുന്നു, ദെൻ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്, സോറി, നമ്മുടെ AC ഡബിൾ ബോണ്ട് PbH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബാക്കിലോട്ട് നിൽക്കുന്നു. ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനിയും നമുക്കെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇലൈഡുമായിട്ടുള്ള റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, ഇലൈഡും കാർബണിൽ കോമ്പൗണ്ടുമായിട്ടുള്ള റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവിടെ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ആവശ്യകതയൊന്നുമില്ല. എന്ത് സംഭവിക്കുന്നു, നമ്മൾ പ്രോഡക്റ്റ് എഴുതുന്നു. എങ്ങനെ എഴുതും, ഇതിനെ രണ്ടിനെയും കൂടെ ഇത്രയും പാർട്ടിനെ മാറ്റിയിട്ട് ബാക്കിയുള്ള ഡബിൾ ബോണ്ടിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, OH ഡബിൾ ബോണ്ട്, സോറി ഡബിൾ ബോണ്ടല്ല, ബാക്കിലേക്ക് നിൽക്കുന്നു, CH മാത്രമേ ഉള്ളൂ കേട്ടോ, അതറിയാതൊരു കാര്യം. CH ഡബിൾ ബോണ്ട് CH. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണ് വരുന്നത്, OH ഫ്രണ്ടിലേക്കും ബാക്കി സബ്സ്റ്റുവൻറ്റ് വരുന്ന C ഡബിൾ ബോണ്ട് CH2 അല്ലെങ്കിൽ CH ഡബിൾ ബോണ്ട് CH2 വരുന്ന സബ്സ്റ്റുവൻറ്റ്, ഇത് മാത്രമേ ഉള്ളൂ. C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആൽഗിലേറ്റ്സ് അല്ലെങ്കിൽ വിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ത് വേണം, ഫോസ്ഫറസ് ഇലൈറ്റ്സും കാർബണൈൽ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആൽക്കീൻ ഫോം ചെയ്യുന്നു. അല്ലെങ്കിൽ മെഥിലീനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ് ഏതെന്ന് പറയുന്നത്, വിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, വിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്, വിറ്റിക് റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് മെഥിലീൻ കോമ്പൗണ്ട് കിട്ടുന്നു. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പിലെ വിറ്റിക് റിയാക്ഷൻ അല്ല നടക്കുന്നത്. കാര്യം ലിഥിയം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് വന്നപ്പോഴത്തേന് എന്ത് സംഭവിച്ചു, ഇത് ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്തു. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഈ കാർബണിൽ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പം നമ്മുടെ എപ്പോക്സൈൻ്റെ റിംഗ് ഓപ്പണിംഗ് നടക്കുന്നു. ആ റിംഗ് ഓപ്പണിങ്ങിന് ശേഷം അത് OH ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. പിന്നീട് കിട്ടുന്നതാണ് നമ്മുടെ ഇലൈഡ് എന്ന് പറയുന്നത്. ആ ഇലൈഡ് കാർബണിൽ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ഓൺലൈനായിട്ട് കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ ആദ്യം കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതിയാവും, റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.